ഈ പുണ്യ റജബിൽ ബറക്കത്തുള്ളൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? രോഗങ്ങളില്ലാത്ത, സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമ്പന്നത നിറഞ്ഞ മനോഹരമായൊരു ജീവിതം ഈ റജബിൽ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. സമാധാനം അല്ലാഹ് തരും, രോഗങ്ങളിൽ നിന്ന് ശമനം അല്ലാഹ് തരും, ദീർഘായുസ് പടച്ചോൻ തരും. വെറുതെ പറയല്ല, നമുക്ക് പഠിക്കാം അല്ലേ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ മാറ്റിത്തരട്ടെ. ഈ റജബിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയിൽപ്പെട്ടതാണ്, സ്വാലിഹീങ്ങൾ പറയാണ്, അവ്വലു ശുഹൂരിൽ ബറക്കത്തി ഫിൽ ആം. ഈ റജബ് കൊല്ലത്തിൽ ബറക്കത്തിൻ്റെ മാസം തുടങ്ങുന്നത് റജബിൽ നിന്നാണത്രേ. മാസത്തിൻ്റെ തുടക്കം മുഹറത്തിൽ നിന്നാണെങ്കിലും ഈ കൊല്ലത്തിൽ ബറക്കത്ത് തുടങ്ങുന്നത് റജബിൽ നിന്നാണ്. റജബ് മുതലാണ് ബറക്കത്തിൻ്റെ തുടക്കം, പിന്നെ ഇങ്ങനെ കറങ്ങി അടുത്ത റജബ് വരെ. അതിൽ മുഹറമൊക്കെ പെട്ടു. ഇപ്പോൾ ബറക്കത്ത് തുടങ്ങുന്നത് റജബിലാണത്രേ. അപ്പം അതുകൊണ്ട് തന്നെ ബറക്കത്തിൻ്റെ മാസം വരുമ്പോൾ നമ്മൾ ആ ബറക്കത്ത് ലഭിക്കാത്തവരായി പോകരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ദ്വാരുന്നത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. റജബിൽ ബറക്കത്ത് ചെയ്യണേ. കാരണം ബറക്കത്തിൻ്റെ തുടക്കം ഈ മാസത്തിൽ നിന്നാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാകലൊന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലേ. ഉള്ളതിൽ സമാധാനം ഉണ്ടാകലാണെന്നേ. കാരണം ഒരാൾക്ക് ശമ്പളം കിട്ടുന്നു, ശമ്പളം കിട്ടിയത് ഒരു മാസം തീരുമ്പോഴേക്ക് മുഴുവൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊടുത്തു. അവസാനം മറ്റൊരാളോട് കൈനീട്ടുകയാണ്, പിന്നെയും ഹോസ്പിറ്റലിൽ പോകാൻ. ഇങ്ങനെ 5 പൈസ കയ്യിലിരിക്കാത്ത, സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത, സമാധാനമില്ലാത്ത ജീവിതം കിട്ടിയിട്ട് എന്ത് കാര്യം? നമുക്ക് സമാധാനം വേണം, സന്തോഷം വേണം. നമ്മൾ ഇന്നലെ 5 കാര്യം പഠിക്കാം. നിങ്ങൾ അതുപോലെ ചെയ്യോ? അതുപോലെ ചെയ്യും എന്നുറപ്പുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർ കാണണ്ട. കാരണം അവർക്ക് ബറക്കത്ത് വേണ്ടല്ലോ. ബറക്കത്ത് കൊതിക്കുന്നവർ കാണുക. അള്ളാഹു ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് കുടുംബ ബന്ധം പുലർത്തലാണ്. നമ്മളോട് പിണങ്ങി നിൽക്കുന്ന ഒരുപാട് കുടുംബക്കാരുണ്ടെന്ന് വെക്കുക. മൂത്താപ്പുണ്ട്, കൊച്ചാപ്പുണ്ട്, സഹോദരങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കുടുംബക്കാർ നമ്മളോട് പിണങ്ങി നിൽക്കാൻ, അവരോടൊന്നും മിണ്ടാതെ, കാണുമ്പോൾ ഒരു സന്തോഷം പോലും പങ്കിടാതെ നമ്മളിങ്ങനെ റജബിലിരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദി അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്, ഒരു കാര്യമില്ലാന്നേ. അള്ളാഹ്ക്കത് വേണ്ട. അള്ളാഹ് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. ബന്ധങ്ങൾ മുറിച്ച് കളഞ്ഞിട്ടുള്ള ആരാധനകൾ പടച്ചോന് വേണ്ട. ഫവൈലുൽ ലിൽ മുസല്ലീൻ. ആ നിസ്കാരം നാശത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ കുറേ നിസ്കാരങ്ങളുണ്ട്. ആ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. ഉസ്താദ്, ഞങ്ങൾ പോയി മിണ്ടിയിട്ടുണ്ട്, അവർ മിണ്ടുന്നില്ല. നിങ്ങൾ മിണ്ടിയോ? മിണ്ടാൻ ശ്രമിച്ചോ? നിങ്ങൾ വീണ്ടും ശ്രമിച്ചോ? അവർ മിണ്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് തീ തീറ്റിക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ മിണ്ടാത്തിടത്തോളം അവർ തീ തിന്നുകയാണ്. നരകത്തിലെ തീ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ. നിങ്ങൾ സ്വർഗ്ഗാണ മേടിക്കണത്. നിങ്ങൾ മിണ്ടാൻ ശ്രമിക്കുന്നവരാ. അവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന് പഠിപ്പിക്കുന്നില്ലേ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ മിണ്ടുന്നേ. അവർ മിണ്ടുന്നില്ലെങ്കിൽ അത് അവരും അള്ളാഹും തമ്മിലായിക്കോളും. നമ്മളത് നോക്കേണ്ട കാര്യമില്ല. 3 ഗുണങ്ങളാണ് കുടുംബ ബന്ധം പുലർത്തിയാൽ കിട്ടുക. ഒന്നെന്താ? സ്നേഹം ഉണ്ടാകും. സ്നേഹം ഉണ്ടാകും, സമാധാനം ഉണ്ടാവും. എനിക്ക് ആളുകളുണ്ട്, എന്നെ സ്നേഹിക്കാൻ ആളുണ്ട് എന്നൊരു തോന്നൽ അവനിലേക്ക് വരും. ബന്ധം ക്ലിയറായി കഴിഞ്ഞാൽ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? നമുക്ക് സ്നേഹിക്കാനും അതുപോലെ തന്നെ നമ്മളെ കാര്യം പറയാനും ഒക്കെ ഒരാളുണ്ട് എന്നുള്ള ധൈര്യം കിട്ടും. രണ്ടാമത്തേത് എന്താണ്? സമ്പത്തിൽ ബർക്കത്തുണ്ടാവും. അതങ്ങനെ ഉത്സാഹം കുടുംബമൊന്ന് ചേർത്താൽ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സമ്പത്തിൽ ബർക്കത്തുണ്ടാവും. സമ്പത്തിൽ ബർക്കത്തുണ്ടാവും, കുടുംബബന്ധം ചേർക്കുക. മൂന്നാമത്തേത് എന്താ? ആയുസ്സിൽ വർധനവുണ്ടാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിണങ്ങി നിൽക്കുന്ന ആളുകൾ വേഗം പോയി മിണ്ടിക്കോ, അള്ളാഹ് ചിലപ്പോൾ ഒരു 10-20 കൊല്ലം കൂടെ അങ്ങ് തന്നേക്കാം. അങ്ങനെയും ചില ഖളാ അള്ളാഹ്ക്കുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ബന്ധമൊക്കെ മുറിച്ചിട്ട് നമ്മൾ എന്ത് നന്മ ചെയ്താലും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹുവിൻ്റെ അർശ് പോലും നമ്മളെ ശപിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് മനോഹരമാക്കിയാൽ റജബിലെ ബറക്കത്ത് നമുക്ക് നേടാൻ പറ്റും. രണ്ടാമത്തെ പ്രത്യേകത എന്താ? ഇടപാടുകളിൽ സത്യസന്ധത ഉണ്ടായാൽ ബറക്കത്ത് ഉണ്ടാവും. ഒരു കച്ചവടം നടത്തുമ്പോൾ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റുകാരൊക്കെ സത്യം ചെയ്യേണ്ടത് കണ്ടാ പടച്ചോനെ എന്തെല്ലാം നുണകളാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ മക്കൾ നന്നാവുമോ? മക്കളെ നന്നാവുമോ? ഇല്ലല്ലോ.
അപ്പോൾ നമ്മൾ എന്ത് ഇടപാട് നടത്തുകയാണെങ്കിലും അത് ഹലാലായ നല്ല സത്യത്തിലൂടെ ആയിരിക്കണം, കളവുകൾ പറയരുത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു ഇടപാട് നടത്തുമ്പോൾ സത്യം പറയുന്നവരാണെങ്കിൽ അള്ളാഹ് ബറക്കത്ത് ചെയ്യും, അല്ല കളവാണ് പറയുന്നതെങ്കിൽ അതിലെ ബറക്കത്ത് അള്ളാഹു ഊരിയെടുക്കും. സംഗതി വലിയ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടാവും ആ ഇടപാടിൽ, പക്ഷേ അതിലൂടെ സമാധാനം അവന് കിട്ടൂല. അപ്പോൾ ഈ റജബിൽ നമ്മൾ എന്തെല്ലാം ഇടപാടുകൾ ആരുമായിട്ടൊക്കെ നടത്തുന്നുണ്ടോ അതൊക്കെ സത്യസന്ധമായിരിക്കണം. പിന്നെ മൂന്നാമത്തെ ഇത് റജബിൽ ബറക്കത്ത് കിട്ടാൻ പറ്റിയൊരു കാര്യം സ്വതക്കയാണ്, ഇല്ലേ? 1 രൂപയെങ്കിലും ഡെയിലി നമ്മൾ മാറ്റിവെക്കുക, കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാറ്റിവെക്കെങ്കിലും ചെയ്യണം. 1, 10, 100, 1000 നിങ്ങളെ കൊണ്ട് പറ്റുന്നത് മാറ്റിവെക്കുക. ഇപ്പം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ലേ, അള്ളാഹു രാവിലെ 2 മലക്കുകളെ പറഞ്ഞേക്കും. ആ മലക്ക് അള്ളാഹിനോട് ദ്വാരക്കുന്നത് എന്താ? അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഹലഫ, അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ. പടച്ചോനെ, നിനക്ക് വേണ്ടി ദാനം ചെയ്തവർക്ക് നീ ധാരാളം കൊടുക്കണേയല്ല, നീ അവർക്ക് കൊടുക്കണേയല്ല, നീ ഇരട്ടിയാക്കി കൊടുക്കണേയല്ല, നീ അവർക്ക് എല്ലാം കൊടുക്കണേയല്ല. എന്നിട്ട് മറ്റൊരു മലക്ക് ദ്വാരക്കുന്ന എന്താ? പടച്ചോനെ, നിനക്ക് വേണ്ടി കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചവനെ നീ നശിപ്പിക്കണേയല്ല, നീ നശിപ്പിച്ച് നാറാണക്കല്ലെടുക്കണേയല്ല. നമ്മൾ നോക്കുമ്പോൾ വലിയ സമ്പാദ്യമൊക്കെ ഉണ്ടാവും, പക്ഷേ 1 രൂപ സമാധാനത്തോടെ ആസ്വദിക്കാൻ പറ്റൂല, കാരണം മലക്കുകൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ മാസം ദാനം ചെയ്യുക, മറ്റുള്ളവരുടെ കണ്ണീര് കാണുക, അങ്ങനെ കാണുന്നവർക്ക്, അങ്ങനെ ദാനം ചെയ്യുന്നവർക്ക് അള്ളാഹു സമാധാനം കൊടുക്കും. ഈ മാസത്തിൽ മാരക രോഗങ്ങളിൽ നിന്ന് പോലും കാവൽ കൊടുക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ലേ, മാ നഫഖത്ത് സ്വദഖത്തും മിമ്മാൽ മാ നഖസത്ത് സ്വദഖത്തും മിമ്മാൽ. ധനത്തിൽ നിന്ന് ഒന്നും കുറയ്ക്കൂല എന്നാണ്. സ്വതക്ക ചെയ്തതുകൊണ്ട് നിങ്ങളുടെ പൈസ കുറയില്ല, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത് എന്താണ്? കാണുമ്പോൾ സലാം പറയാം. എവിടെ? നാട്ടുകാരോട് മാത്രമല്ല, വീട്ടിൽ. വീട്ടിലേക്ക് നീ കയറി വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൻ്റെ പ്രിയപ്പെട്ടവരോട് അസ്സലാമു അലൈക്കും ഒന്ന് കൈ കൊടുത്തിട്ട് സലാം പറഞ്ഞ് എന്ത് സന്തോഷമായിരിക്കും. അവിടെ അള്ളാഹുവിൻ്റെ ബറക്കത്തിറങ്ങുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയോട്, മക്കളോടൊക്കെ അങ്ങനെ സലാം പറയണം. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണമെന്നേ. ഭർത്താവ് വരുമ്പോഴേക്ക് ഭാര്യ ഓടിച്ചെല്ലണം. ഇത് കണ്ട് മക്കൾ വളരണം. ഇത് വാപ്പ വരുമ്പോൾ ഉമ്മ, നിങ്ങളെ ഇവിടെ പോയി കിടക്കിയായിരുന്നു, എത്ര നേരമോ ഈ മനുഷ്യൻ കാത്തിരിക്കണം. ഇത് കണ്ട് പിള്ളേർ അവിടെ ഇവിടെ ഇരിപ്പുണ്ടാവും. അബിക്ക് വരാൻ കണ്ടൊരു നേരം ആ പുള്ള എണീക്കൂല. എന്നാൽ വാപ്പ വരുമ്പോൾ തന്നെ, ഭർത്താവ് വരുമ്പോൾ തന്നെ ഭാര്യ സന്തോഷത്തോടു കൂടെ ഓടിച്ചെല്ലുകയാണെങ്കിൽ മക്കൾ അത് കണ്ടിട്ട് വാപ്പാനെ സ്വീകരിക്കാൻ വരും. തിരിച്ച് വാപ്പയും അസ്സലാമു അലൈക്കും എന്ന് ഭാര്യയോട് പറയുന്നത് കാണുമ്പോൾ മക്കൾ ഇത് കണ്ട് ഉമ്മാനെ സ്നേഹിക്കും. ഈ 2 സംഗതി ഇല്ലെങ്കിൽ ഉമ്മാനോടും വില ഉണ്ടാവില്ല, വാപ്പാനോടും മക്കൾക്ക് വില ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ സംഗതി ഇല്ലാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾ വിളിച്ചിട്ട് വിളി കേൾക്കാത്ത മക്കളുണ്ട്, നിങ്ങൾ ഒരു പുല്ല് വില വെക്കാത്ത മക്കളുണ്ട്. എന്തേ കാരണം? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾ ഭർത്താവിനെ പരിഗണിക്കാത്തത് കൊണ്ടാണ്. ഭർത്താവെ, നിങ്ങൾ ഭാര്യയെ പരിഗണിക്കാത്തത് കൊണ്ടാണ്. പരസ്പരം മക്കളുടെ മുമ്പിൽ നിങ്ങൾ ബഹുമാനിച്ചും ആദരിച്ചും നിന്നോക്കിയേ. വാപ്പാക്ക് മാത്രമല്ല ബഹുമാനം, ഉമ്മാക്കും വേണം. നിങ്ങൾ പരസ്പരം ബഹുമാനിച്ച് സ്നേഹിച്ചൊക്കെ നിന്നോക്കിയേ. ഇത് മക്കൾ കാണട്ടെ. മക്കൾ നിങ്ങളെ ആദരിക്കും, നിങ്ങളെ മക്കൾ ആദരിക്കും. ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയല്ലേ, സലാം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ബറക്കത്തിറങ്ങും. ഇപ്പോൾ റജബിൽ നമ്മുടെ കുടുംബത്തിലും മാറ്റം ഉണ്ടാക്കണം, അള്ളാഹു സമാധാനം തരും. 5-മത്തേത് എന്താണ്? ബറക്കത്തിന് വേണ്ടി അള്ളാഹിനോട് ദ്വാരക്ക, ഇല്ലേ? ഏറ്റവും പ്രത്യേകതയുള്ള ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലിക്ക്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അള്ളാഹിനോട് ബറക്കത്ത് ചോദിച്ചു മേടിക്കാം. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ ആളുകളോടൊക്കെ ബറക്കത്തിന് വേണ്ടി ദ്വാരക്കാൻ പറയാം. സ്വാലിഹീങ്ങളുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഇടയ്ക്കൊന്ന് സിയാറത്തിനൊക്കെ പോവുക, പ്രത്യേകിച്ച് റജബിൽ. എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് അള്ളാഹിനോട് ചോദിക്കുക, അവരോട് നമുക്ക് വേണ്ടി ദ്വാരക്കാൻ പറയാം. ഇതൊക്കെ ചെയ്യാം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന അനസിൻ്റെ ഉമ്മ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഏൽപ്പിക്കുമ്പോൾ, എൻ്റെ മോനെ അങ്ങേക്ക് സേവനത്തിന് വേണ്ടി നൽകുകയാണ്, അങ്ങ് ഇവന് വേണ്ടി ബറക്കത്തിന് വേണ്ടി ദ്വാരക്കണം എന്നാണ്. പിന്നീട് അവസാന കാലത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനാണ് റസൂലുള്ളാഹി ദ്വാരക്കണം. എന്താ ദ്വാരക്കണേ? അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വഫീ വലദിഹി. പടച്ചോനെ, അനസിൻ്റെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണേ, അനസിൻ്റെ സന്താനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ. മഹാനവറുകൾ പിന്നീട് പറയുന്നുണ്ട്, അൻസ്വാറുകളിൽ ഏറ്റവും വലിയ കോടീശ്വരൻ ഞാനായിരുന്നു എന്നാണ്. മാത്രമല്ല, എനിക്ക് മക്കളും പേരമക്കളും ഒക്കെ ആയിട്ട് 100-ലധികം കുട്ടികളുണ്ടായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി ദുആ എന്നതാണ്. അപ്പം അള്ളാഹുവിൻ്റെ വലിയ ബറക്കത്ത്. 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ 5 കാര്യങ്ങളും മനോഹരാക്കണം എങ്കിൽ നിങ്ങളുടെ അമലുകൾ കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു ബറക്കത്ത് തരും. ഒന്നെന്താ? കുടുംബബന്ധം ചേർക്കുക. 2 ഇടപാടുകളിൽ സത്യസന്ധത ഉണ്ടാകുക. 3-മത്തേത് സ്വതക്ക ചെയ്യുക. 4-മത്തേത്
പരസ്പരം വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സലാം പറയാം. 5-മത്തേത് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് നോക്ക്. നിങ്ങൾ മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാവല് തരും. അള്ളാഹ് നിങ്ങൾക്ക് ദീർഘായുസ് തരും. അള്ളാഹ് നിങ്ങൾക്ക് ആയുസ്സിൽ ബറക്കത്ത് ചെയ്യും. അള്ളാഹ് സമ്പത്ത് തരും. മുത്തുനബിയുടെ വാക്കാണ്. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം കേട്ടോ. ഇതൊരാളും ഷെയർ ചെയ്യാതെ പോകരുത്. എല്ലാവരും ഇത് കണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തട്ടെ. അതിപ്പോൾ ക്യാൻസർ ആണെങ്കിലും അള്ളാഹ്ക്ക് ഇപ്പം എന്ത് ക്യാൻസർ, നമുക്കല്ലേ ഇതൊക്കെ വരുത്. അള്ളാഹ് ശിഫയാക്കി തരട്ടെ. എത്ര വലിയ രോഗമാണെങ്കിലും അള്ളാഹു സൗഖ്യം നൽകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? അത് മഹാനായ PV മുഹമ്മദ് മുസ്ലിയാരാണ്. കമൻറ്റ് ചെയ്തവർക്ക് അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹ് പൂർത്തീകരിക്കട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ആ വർഷം കമൻറ്റ് ചെയ്യുക കേട്ടോ. 11,000 രൂപ അർഹരിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. എന്തെല്ലാം മുറാദ് വെച്ചുകൊണ്ടാണോ ഞങ്ങൾ ഇരിക്കുന്നത്, ഈ ഇരുത്തം നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചോനെ, ഈ റജബിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. പാപങ്ങളേറെ ചെയ്തു പോയി പുറത്തു തരണേ അല്ലാ. അസുഖങ്ങൾ ഒരുപാടുണ്ട്, നീ എല്ലാവർക്കും പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ജോലിയിൽ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിലുടനീളം നീ കാവലേകണയല്ല. നീ കൈവെടിയല്ല തമ്പുരാനെ, നീ ഹായിബാക്കല്ല തമ്പുരാനെ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ ഒരുമിപ്പിക്കണയല്ല. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ ചേർത്ത് പിടിക്കണയല്ല. അവരുടെ ജീവിതത്തിലുടനീളം കാവലേകണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.